നവരാത്രി ആഘോഷങ്ങളുടെ സമാപനത്തിലാണ് വിദ്യയുടെ ആരംഭം. സകല വിദ്യകൾക്കും തുടക്കം കുറിക്കുവാൻ ഈ ദിവസം ഏറ്റവും അനുകൂലമാണ്. തിഥി അടിസ്ഥാനപ്പെടുത്തിയാണ് നവരാത്രി ആഘോഷം ചിട്ടപ്പെടുത്തുന്നത്. തൃതീയ മുതൽ പഞ്ചമി വരെ ഈ വർഷം 60 നാഴികയിലും അധികം വന്നതിനാൽ ഇത്തവണ 9 ദിവസമല്ല 11 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷങ്ങൾ. അതിനാൽ തന്നെ ഇത്തവണ 10-ാം ദിവസമാണ് മഹാനവമി, 11-ാം ദിവസം വിജയദശമി. ഇതുകൂടാതെ 4 ദിവസമായിട്ടാണ് പുസ്തക പൂജ വരുന്നത്. അസ്തമയത്തിൽ അഷ്ടമി തിഥി വരുന്ന ദിവസമാണ് പൂജവെപ്പ്. സെപ്റ്റംബർ 29, അതായത് ഇന്ന് പകൽ 4:32 അഷ്ടമി തുടങ്ങിയിരിക്കുന്നതിനാൽ ഇന്ന് തന്നെയാണ് പൂജ വെക്കേണ്ടത്. ആയുധങ്ങൾ പൂജ വെക്കേണ്ടത് 30 വൈകിട്ടാണ്. ദശമി തിഥി ഉദയം മുതൽ 6 നാഴികയെങ്കിലും വരുന്ന ദിവസം പൂജയെടുപ്പും വിദ്യാരംഭവുമാണ്. ഈ വർഷം ഒക്ടോബർ 2 പൂജയെടുപ്പും വിദ്യാരംഭവും. കേരളത്തിൽ പുസ്തകങ്ങൾ പൂജയ്ക്ക് വയ്ക്കുന്നതിനുള്ള സമയം 29, അതായത് ഇന്ന് വൈകിട്ട് 6:10 മുതൽ 7:20 വരെയാണ്. ഗ്രന്ഥങ്ങൾ പൂജയ്ക്കെടുക്കുന്നതിനും വിദ്യാരംഭത്തിനും ഒക്ടോബർ 2 കാലത്ത് 5:12 മുതൽ അനുകൂലമാണ്. 9:16 വരെ വിദ്യാരംഭത്തിന് ജ്യോതിഷപരമായി ഉത്തമ സമയമാണ്. വിദ്യാരംഭത്തിന് മുൻപ് ശിവങ്കൽ ദർശനം നടത്തി ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ വെറ്റില, അടയ്ക്ക, നാണയം ഇവ സമർപ്പിക്കണം. കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗത്തിനും ദക്ഷിണ സമർപ്പിക്കണം.